സ്നേഹനന്ദങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല നല്ല സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. നമുക്കറിയാമല്ലോ, 250-ലധികം എപ്പിസോഡുകൾ എൻ്റെ കഥ തന്നെ നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുവാൻ കഴിഞ്ഞു. എത്ര നല്ല അനുഭവങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന നല്ല ജീവിതാനുഭവത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാം, ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം. പ്രത്യേകമായി കർത്താവേ, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ നടുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവിടുത്തെ പ്രിയദാസനായി സ്തോത്രം ചെയ്ത കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണം. ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരണം കർത്താവേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ബലത്തിന് കാരണമായി തീരണം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുകയാണ്. കുറവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുത്തിക്കാട്ട്. പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ബെൻഡിഷൻ പ്രയർ വരെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. അനുഗ്രഹിച്ചാട്ടപ്പ വൻകാര്യങ്ങളെ ചെയ്യാൻ പോകുന്നത് സ്തോത്രം സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കൽ, വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം കോട്ടയത്തിനടുത്ത് പാമ്പാടിയിൽ നിന്ന് പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ലാലിച്ചൻ ജോർജ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി പാസ്റ്ററിനെ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കോട്ടയം പാമ്പാടിയിലാണ് താമസിക്കുന്നതെങ്കിലും ജീവിതത്തിൽ നല്ലൊരു സമയം അല്ലേ കേരളത്തിന് പുറത്തായിരുന്നു. ജീവിതത്തിന്റെ നല്ല ശതമാനവും ഇന്ത്യക്ക് വെളിയിലായിരുന്നു. പ്രത്യേകിച്ചും കൂടുതലും ബഹ്റിനിൽ നല്ല ശതമാനം ഒരു 20-22 വർഷം ബഹ്റിനിലായിരുന്നു. അതെ അതെ അതെ. ഇപ്പോൾ അബുദാബി, ഈ മൂന്ന് രാജ്യങ്ങളിൽ ഞാൻ ആയിരുന്നു. കുറച്ച് സമയമേ ആയിട്ടുള്ളൂ ഈ പറഞ്ഞ പോലെ പാമ്പാടിക്കാരനായിട്ട് കൂടി വന്ന ഒരു 6 വർഷം 7 വർഷമായിരുന്നു. 2018 കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഞാൻ തിരിച്ചിവിടെ വന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. ശരി. അപ്പം പാസ്റ്റർ ശാരീരികമായ അസ്വസ്ഥതയൊക്കെ ആയി നേരത്തേക്ക് പിന്നെ സഭാചാർജും പരിപാടിയൊക്കെ മാറി. ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? കോട്ടയത്ത് തന്നെയാണോ? കോട്ടയത്താണ് എൻ്റെ ജന്മദേശം. കോട്ടയത്തിന്റെ അടുത്ത് നാട്ടകം, ഇപ്പൊ അത് കോട്ടയത്തിന്റെ മുനിസിപ്പാലിറ്റി തന്നെയാണ്. നാട്ടകത്ത് ഗവൺമെന്റ് പോളിടെക്നിക്കിനും സിമെന്റ് ഫാക്ടറിക്കും ഒക്കെ അടുത്ത്. എൻ്റെ ഫാദർ സിമെന്റ് ഫാക്ടറിയിലായിരുന്നു ജോലി. ഓ ശരി. അവിടെ അടുത്താണ് ഞങ്ങളുടെ തറവാടെല്ലാം അവിടെയാണ്. അപ്പന്റെ ചേട്ടന്മാരെല്ലാം ആ സൈഡിലാണ്, വടക്കുവശത്ത്, പോളിടെക്നിക്കിന്റെ വടക്കുവശത്ത്. ഹോട്ടലിലോട്ട് പോകുന്നത് വഴിയില്ല. നമുക്ക് കോട്ടയത്ത് നാട്ടകത്തുള്ള നമ്മുടെ ആ ഒരു പഴയ കാലം, ബാല്യകാലം, കുടുംബത്തെക്കുറിച്ച്, മാതാപിതാക്കളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, പാസ്റ്ററുടെ ഒരു പശ്ചാത്തലം, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ പ്രേക്ഷകർക്കൊന്ന് പരിചയപ്പെടാൻ പറ്റും. എൻ്റെ കുടുംബ വീട് നാട്ടകത്ത് മുളങ്കട കരയിലാണ്. ചേന്നാട്ട് തൈപ്പറമ്പിൽ ചേന്നാട്ട്. ഫാദറിന്റെ പേര് ഉലഹന്നാൻ ജോർജ്, അമ്മ അച്ചാമ്മ ജോർജ്. ഫാദർ ട്രാവൻകൂർ സിംസിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഫാദറിന്റെ ബ്രദേഴ്സ് എല്ലാം തൊട്ടടുത്ത് താമസിക്കുന്നുണ്ട്. അവര് നല്ല ശതമാനവും ട്രാവൻകൂർ സിംസിലായിരുന്നു ജോലി. എൻ്റെ മാതാപിതാക്കൾക്ക് ഞങ്ങള് 8 പേരാണ്. 8 പേരെന്ന് പറഞ്ഞാൽ സഹോദരന്മാർ 5 പേരും സഹോദരിമാർ 3 പേരും. ഞാൻ 5ാമനാണ്. എൻ്റെ പേര് ലാലിച്ചൻ ജോർജ്. ഞാൻ 1956 ജനുവരി 5-ാം തീയതിയാണ് ജനിക്കുന്നത്. ഇപ്പോൾ 70 വയസ്സായി. എനിക്ക് എൻ്റെ ഭാര്യ അനു ലാലിച്ചൻ, മക്കളെ 2 പേര്, മോൻ ലിബിൻ, മോള് ലിൻഡു. 2 കുഞ്ഞുങ്ങളാണ് എനിക്കുള്ളത്. അവര് 2 പേരും ഇപ്പോൾ നിലവിൽ ജർമ്മനിയിലാണ്. മോഹൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ജർമ്മൻ ലേഡിയാണ്. അവിടുത്തെ ഒരു പാസ്റ്ററുടെ മോളെയാണ്. 3 പെൺപിള്ളേരിൽ ഇളയാണ്. അവർക്ക് ഒരാൺകുഞ്ഞുണ്ട്. ഇപ്പോൾ ലേവി എന്നാണ് അവന്റെ പേര്. മോക്ക് അവിടെ ഭർത്താവ് റാന്നിയാണ്, IPC ചർച്ചില് ആണ് അവര്. ഇപ്പോൾ അവർ 2 പേരും ജർമ്മനിൽ ഓർപ്പിച്ചല്ലോ. മോളും മോളുടെ ഭർത്താവും. അവർക്കും ഒരു കുഞ്ഞു ദൈവം കൊടുത്തു. ആദം എന്നാണ് അവന്റെ പേര്. അങ്ങനെ 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളായി.
അവര് ഏകദേശം ജർമ്മനി സെറ്റിലായ അവസ്ഥയിലായി. ഞങ്ങള് പ്രായമായ ഞങ്ങൾ ഇവിടെ നാട്ടിൽ കഴിയാണ്. ഞങ്ങളുടെ സ്വദേശത്തു നിന്ന് ഞങ്ങള് മാറി ഇവിടെ ഈ പാമ്പാടിയിലൊരു റിമോട്ട് ഏരിയയിലേക്ക് വന്ന് സ്ഥലം മേടിച്ച് അവിടെ താമസമാണ്. ആദ്യകാലം എൻ്റെ ചിന്ത ഇവിടെ റിമോട്ട് ഏരിയയിൽ ഒരു വീട് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഒരു ആരാധനാലയവും പരിപാടി കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. സാഹചര്യത്തിന്റെ അവസ്ഥയിൽ അത് സാധിച്ചില്ല. 1918 ഞാൻ നാട്ടിലേക്ക് വന്ന് വീട് വെച്ച് താമസമായത്. 2018 2018. അപ്പം ശാരീരിക അവസ്ഥ നിമിത്തം അയാൾക്കൊണ്ട് സാധ്യമല്ലാതെ വന്നു. അപ്പം ഞാൻ ചർച്ച് സംബന്ധമായ ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ ന്യൂ ഇന്ത്യൻ ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്ററായിട്ട് ബേറിലെ 22 വർഷക്കാലമായിരുന്നു. ശാരീരിക അവസ്ഥകളൊക്കെ കാരണം ഞാൻ തിരിച്ചു പോകുന്നു. ഞാൻ എൻ്റെ ആയുസ്സില്, എൻ്റെ ജീവിതകാലത്തില് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഈ ബൈബിള് എടുത്ത് നടക്കുമെന്ന്. ഒരു പാസ്റ്റർ ജീവിതം നയിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഞാൻ എത്തുമെന്നോ ഞാൻ ചിന്തിച്ചിരുന്നില്ല. എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം 12ാമത്തെ വയസ്സിൽ ഞാൻ ഒരു യുക്തിവാദി സംഘടനയിലെ അംഗയാണ്. ജോസഫ് എഡംബർഗ് മനോരമയുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന, എഡിറ്ററായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മകനാണ് സനൽ എഡംബർഗ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് കോളേജിന്റെ തൊട്ടടുത്ത് അവിടുത്തെ സീനിയർ ആയിരുന്ന ആളാണ് സനൽ. അവരാ കാലത്താണ് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് വന്ന് താമസമായി. അവിടെ താമസമായി അവര് സിമെന്റ് ഫാക്ടറിയുടെ സിമെന്റ് ജംഗ്ഷനിൽ ഒരു പേരാളി പ്രിന്റേഴ്സ് എന്നും പറഞ്ഞ ഒരു മാസിക തുടങ്ങി. യുക്തിവാദി സംഘടനയുടെ വകയായി. അദ്ദേഹം അവര് താമസിച്ചിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്താണെന്നില്ല, എപ്പോഴും ഒരു നല്ല സുഹൃത്തും നല്ല സ്നേഹിതനും നല്ല ഒരു ഇതുമായിട്ടായിരുന്നു സനലിനെ ഞാൻ കണ്ടിരുന്നത്. നല്ല സ്വഭാവവും നല്ല ചിന്തയും നല്ല നടപ്പും ചെറുപ്പക്കാരോടൊക്കെയുള്ള ഇടപെടുന്ന പെരുമാറ്റം വലിയൊരു കാര്യമാണ്. അതിൽ ആകൃഷ്ടനായാണ് ഞാൻ മറിയപ്പള്ളിയിലെ ഇന്ത്യ പ്രസിന്റെ തൊട്ടടുത്താണ്. അവിടെ ഒരു ഇന്ത്യ പ്രസ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്സുണ്ട്. ഇത് നമ്മുടെ സാഹിത്യങ്ങള് പ്രിന്റ് ചെയ്യുന്ന ഇതെല്ലാം പ്രിന്റ് ചെയ്യുന്ന, അതിന് തൊട്ടടുത്താണ് ഇവര് വാടകയ്ക്ക് താമസിച്ചിരുന്ന കാലഘട്ടം. ഞാൻ അവരുടെ വീട്ടിൽ പോയി അവരുമായിട്ട് സഹകരിച്ചു. അവർക്ക് എന്നെ വലിയ ഇഷ്ടമായി. അങ്ങനെ ഏറ്റിക്കോവറും മറ്റുള്ള ആളുകളും അവിടെ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. ദൈവമില്ല എന്ന് എന്തെല്ലാം വിധത്തിൽ പ്രചരിപ്പിക്കാമോ ആ വിധത്തിൽ ഞങ്ങൾ ക്ലാസ് എടുത്ത കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം വേദനയോടുകൂടെ പറയട്ടെ, ഇപ്പോഴാണ് അതിന്റെ വേദന എനിക്ക് തോന്നുന്നത്. ഒരു ക്രിസ്ത്യാനിയായ ഏത് ഇതിലായാലും, ഒരു ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് അവന് ജീവിച്ചാൽ മതി. ഈവൻ ബെന്തിക്കോസ് അതുപോലെ ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് അവന് ദൈവവചനവുമായി കുലബന്ധം പോലും ഉണ്ടാവണമെന്നില്ല, ബൈബിൾ എന്നാന്ന് അറിയണമെന്നില്ല. ഹിന്ദു ആണെങ്കിലും അങ്ങനെ തന്നെ. മുസ്ലിംസിന് കുറച്ചവർക്ക് ക്ലാസ് ഉണ്ട്, കൊച്ചുനാളിൽ പാട്പീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാരിങ്ങനെ പോകുന്നു. ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ ചെന്നാൽ മതി, അല്ല ചെന്നില്ലായില്ല എന്നൊരു വിഷയമില്ല. ഞാൻ വിശദീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിളിലെ 66-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, എന്റെ പ്രാണന് വേണ്ടി അവൻ ചെയ്തതെന്തെന്ന് ഞാൻ വിവരിക്കാം. സകല ഭക്തന്മാരും എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ഭക്തിയുണ്ടോ, ഭക്തന്മാരുണ്ടോ, ഏത് മതജാതി വർണ്ണ ഗോത്രം എന്നില്ല, അവരാരാധിക്കുന്നത് എന്തായാലും കൊള്ളാം, അങ്ങനെയുള്ളവരെ എന്നാ. അത് ഹിന്ദു ആയാലും കുഴപ്പമില്ല, മുസ്ലിം ആയാലും കുഴപ്പമില്ല, ബുദ്ധിസ്റ്റ് ആയാലും കുഴപ്പമില്ല, ജൈനിസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഏത് മതവിഭാഗങ്ങളും എന്നർത്ഥം. അത് സകല ഭക്തന്മാരെ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളും.
എനിക്ക് ഇച്ചിരി പ്രയാസകരമായി തോന്നിയിരുന്നത് പാത്രന്മാരുമായിട്ടുള്ള സംവാദന സമ്മേളനങ്ങളിലാണ്. ആ വിധത്തിൽ എനിക്ക് ക്ലാസ് എടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപാട് വരെ കാണാതെ പഠിക്കുന്ന ഒരവസ്ഥ അന്ന് നിർബന്ധമാക്കിയിരുന്നു. സൺഡേ സ്കൂളിലും അല്ല, പെന്റിക്കോസ്റ്റൽ വിശ്വാസത്തിലുമല്ല, ഓർത്തഡോക്സ് യാക്കോബ വിഭാഗത്തിലുമല്ല. ഏറ്റിക്കോവറിന്റെ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുന്ന അങ്ങനെ ഈ ബൈബിളിൽ എവിടെയെല്ലാം തെറ്റുണ്ടെന്നായിരുന്നു ആദ്യം പഠിപ്പിക്കുന്നത്. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ. ഇന്നിപ്പോ ആ ഒരു ട്രെൻഡ് വീണ്ടും മടങ്ങി വന്നിരിക്കുന്നു. പലരോടും സംസാരിക്കുമ്പോൾ അവർ ആ വിധത്തിൽ പറയുന്നു, ദൈവം എന്ന് പറയുന്ന ഒന്നും പറയാൻ പറ്റത്തില്ല. 1, 2 മനുഷ്യനെ മെനഞ്ഞത് ദൈവമാണെന്നുള്ളതൊന്നും പ്രൂഫില്ല. ബൈബിളിൽ അങ്ങനെ പറഞ്ഞെങ്കിലും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയെന്ന് പറയുന്ന ഒരു കാര്യമില്ല. അതൊന്നും വിശ്വാസയോഗ്യമായ ഒരു അവസ്ഥയല്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ അവന് നിലത്തെ മണ്ണുകൊണ്ട് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന് എഴുതിയിരിക്കുന്ന ആ വേദഭാഗം അവര് പറഞ്ഞാലും വെട്ടിക്കളയുടെ വെറും യുക്തി അല്ലാത്ത ഒരു കാര്യമാണ്. ഡാർവിന്റെ സിദ്ധാന്തവും അതോടനുബന്ധമായ കാര്യങ്ങളുമാണ് പ്രസക്തി കൂടുതൽ കൊടുത്തത്. സയൻസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചുകൊണ്ട് സയൻസിന് വേണ്ടി ഇത് നിലനിന്നുകൊണ്ട് കാര്യങ്ങൾ ഒന്നൊന്നായി പ്രൂവ് ചെയ്യുന്നു. ഒരു യുക്തിവാദിയാണെങ്കിൽ ഒരു നിരീശ്വരവാദിക്ക് താൻ പറയുന്ന കാര്യം സത്യമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത അവനുണ്ട്. അവനത് തെളിയിച്ചു പറയുകയും ചെയ്യും. പക്ഷെ വിശ്വാസികളോട് ഒന്ന് പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഇതാണ്, നിനക്ക് വേണേ വിശ്വസിക്കാം, അതുകൊണ്ട് നീ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യും, എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്നവരാണ് നല്ല ശതമാനം. ഞാൻ ഇന്നും പറയുന്നു, ആ വചനം വളരെ സത്യമാണ്. നിലത്തെ മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞ് അവൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ നിർമ്മിച്ചു. അവരുടെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയായ അവൻ നിന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് മൺകട്ടയ്ക്ക് ജീവൻ കൊടുക്കാൻ സയൻസ് നിനക്ക് കഴിയില്ല. സയൻസ് എത്ര തലകുത്തി നിന്നാലും അതിനെ കൊണ്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി വിശ്വസിക്കുന്നു. ഒരുവന്റെ മൂക്കിലെ ശ്വാസം നിലച്ചാൽ പിന്നെ അവൻ മൺകട്ടയാണ്. ആ മൺകട്ടയെ വീണ്ടും പുനർജനിപ്പിക്കുക എന്ന് പറയുന്നത് സയന്റിഫിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. മരിച്ചു പോയെന്ന് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കഴിഞ്ഞാൽ, ഇപ്പൊ അത് 3.5-4 ഡിക്ലെയർ ഡോക്ടർക്ക് പോലും ഒരു വ്യക്തി മരിച്ചു എന്ന് പറയണമെങ്കിൽ 3 മണിക്കൂറെങ്കിലും മിനിമം വേണം. അതിന്റെ ഇടയ്ക്ക് എങ്ങനെ തിരിച്ച് ജീവൻ വന്നു പോയെങ്കിൽ പറയും അത് വലിയ പ്രശ്നമാണ്. വളരെ റെയർ കേസിലും ഉള്ളൂ. അപ്പം മരിച്ചതാ. എത്ര കോടികൾ ഉണ്ടെന്ന് പറഞ്ഞാലും, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു, എത്ര കോടാനുകോടി ഉണ്ടായെന്ന് പറഞ്ഞാലും ഈജിപ്തിലെ രാജാക്കന്മാർ ഒരു നാള് ഏറ്റവും വലിയ സമൃദ്ധിയുള്ളവരായിരുന്നു. അവരെ പോലെ സമൃദ്ധിയായിരുന്നവർ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവര് മരിച്ചാൽ പിരമിഡ് ഉണ്ടാക്കുന്ന കാര്യം നമുക്കറിയാം. അന്ന് ഇസ്രായേൽ ജനത്തെ അടിമകളാക്കി അവരെ കൊണ്ടാണ് ഇതെല്ലാം പണിയിച്ച ഭയങ്കര പിരമിഡുകൾ. ലോകത്തിൽ ഇന്നും അത് കാണാം. പക്ഷെ പല തൈലക്കൂട്ടുകൾ ഉണ്ടാക്കി ആ തൈലക്കൂട്ടിൽ മുക്കി ആ ബോഡി ആ പിരമിഡിന്റെ അകത്ത് സ്വർണവും വൈദൂര്യവും അതുപോലുള്ള മേൽത്തരമായ മുത്തുകളും എല്ലാം അതിൻ്റെ അകത്ത് വെച്ചാണ് ഇവരെ അടക്കുന്നത്. ആ അടക്കം തന്നെ ഒരു വലിയ കാര്യമാണ്. പക്ഷെ അത്തരം പൈസ മുടക്കിയാൽ ഇത്ര ഇത് ചെയ്താലും അവരെ ജീവനോടുകൂടെ പിന്നെയും ആയുഷ്കാലം ഇരിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. അതൊരു വെല്ലുവിളി തന്നെയായിരുന്നു ലോകത്തിന്. എത്ര മുടക്കിയാലും എത്ര കൊടുത്താലും, അല്ലെങ്കിൽ അവരൊക്കെ ഇന്നും ജീവിച്ചിരുന്നേ. സയൻസിന് അവരെ ജീവിപ്പിക്കാമായിരുന്നുവെങ്കിൽ അവരെ ഇന്ന് ജീവിച്ചിരുന്നേ. നമ്മളൊക്കെ ചത്ത് മണ്ണടിഞ്ഞാലും കാശുള്ളവനിവിടെ ജീവിച്ചേനെ. അത് ഏത് ഉന്നത നിലവാരത്തിലുള്ള ആളായിരുന്നാലും മനുഷ്യന് പരിമിതിയുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞ യുക്തിവാദികളായിരിക്കുന്ന വ്യക്തികളോട് തന്നെയാണ് സംസാരിച്ചത്. ഇതിനർത്ഥം എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. ഒരു നാൾ ഞാൻ ഇതെല്ലാം കേട്ട് പഠിച്ചതാണ്. എന്നോട് അന്ന് ദൈവം പറഞ്ഞു, നീ ഇതെല്ലാം പഠിച്ചോളൂ, നിനക്ക് പിന്നെ പ്രയോജനകരമാവും. ഞാൻ ഇന്ന് ഓർക്കുന്നു, എൻ്റെ വീട്ടിൽ കടന്നു വന്ന
ഒരു കർത്താവിന്റെ ദാസൻ. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്ക് പ്രാർത്ഥന വലിയ ഇഷ്ടമായിരുന്നു, പ്രാർത്ഥന വെച്ചു. ഞാൻ നേരത്തെ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനോ ഏത് കാര്യത്തിൽ ചിന്തിക്കുന്നതിനോ ഞാൻ എതിരല്ല. പക്ഷെ ഈ വീട്ടിൽ പ്രാർത്ഥനാ കാര്യങ്ങൾ നടത്തുന്നതോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ആ സമയം ട്രിവാൻഡ്രത്താണ്. പെട്ടെന്ന് മനസ്സിൽ എന്തോ എനിക്കറിയില്ല, ഇതൊക്കെ വിശ്വാസയോഗ്യമോ എന്നോ പോലും നമുക്ക് ചിന്തിക്കാൻ മേലാത്ത ഒരു കാലഘട്ടം. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ എനിക്ക് അമ്മയെ കാണണമെന്ന് തോന്നി. അങ്ങനെ ഇങ്ങനെ തോന്നാറില്ല, പക്ഷെ അന്നേരം എന്തൊരു തോന്നൽ. ഞാൻ പെട്ടെന്ന് തമ്പാനൂർ വന്ന് ബസ്സിന് നേരെ കോട്ടയം ഇറങ്ങി. കോട്ടയത്ത് വീട്ടിൽ വന്നപ്പോൾ അവിടെ വീട്ടിൽ മൂന്ന് ദിവസത്തെ തകർത്തടിച്ച ഉപവാസ പ്രാർത്ഥനയാണ്. അത് ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടിയാ, എന്നെ രൂപാന്തരപ്പെടുത്താൻ. മറ്റുള്ള വഴികളെല്ലാം നോക്കി, നേർച്ചകാദികളെല്ലാം നടത്തി, പല മലകളും കയറി, പലയിടത്തും പോയി, ഒരു ഗുണവുമില്ല. തർക്കിക്കാൻ വരുന്നവന്റെ ജീവിതം പോവാന്നല്ലാതെ യാതൊരു പരിപാടിയില്ല. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ വലിയ പ്രാർത്ഥന നടക്കുക. ഞാൻ ഗേറ്റാ വന്ന് പിടിച്ചപ്പോൾ അമ്മ ഇപ്പുറത്തൂടെ ഓടി വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ ഒന്നും ചെയ്യല്ലടാ, നീ വരുവല്ലെന്ന് വിചാരിച്ചാടാ ഈ വീട്ടിൽ പ്രാർത്ഥന വെച്ചത്. ഞാൻ വിചാരിച്ചു ഞാൻ വരത്തില്ലെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യം ലംഘിച്ചാണ്, എനിക്കൊന്നും പറയാനില്ല. ഞാനൊന്നും മിണ്ടാതെ അകത്തെ മുറി പോയി, എൻ്റെ മുറി തന്നെ പോയി. അങ്ങനെ അവര് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അവിടെ ചെന്നിട്ട് പറഞ്ഞു, മകൻ വന്നിട്ടുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം കൊണ്ടുവന്ന് അവനെ അകത്തെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇരിപ്പുണ്ട്, നമ്മളെല്ലാം ശക്തമായി പ്രാർത്ഥിച്ചു, അവന്റെ ഒരു വലിയ രൂപാന്തരമാവും. എല്ലാവരും എന്തായാലും ആർത്ത് പ്രാർത്ഥിക്കാനും പിടിക്കാൻ തുടങ്ങി. എനിക്കകത്തിരുന്ന് പുച്ഛഭാവമാണ്, എന്നെ രൂപാന്തരപ്പെടുത്തി. ഒരു പ്രാർത്ഥനയ്ക്ക് കഴിയില്ല എന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങനെ നനച്ചു. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. കുറച്ച് കഴിഞ്ഞപ്പം അമ്മ, ഒരു പാസ്റ്ററായിരുന്നു, അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ യാക്കോബായിലായിരുന്നെങ്കിലും പാസ്റ്റർമാരൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പതിവുണ്ട്. അമ്മ പറഞ്ഞു, നമ്മള് പാസ്റ്റർ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അവനകത്തോണ്ട് പാസ്റ്റർ വന്ന് പോയി നമ്മൾ സംസാരിക്കാൻ പറഞ്ഞു. അദ്ദേഹവുമായി കുറച്ചു നേരം സംസാരിച്ചു. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് സംസാരിക്കാൻ തുടങ്ങി, കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കാം, അതിന് തക്കതായ ഒരു ഉത്തരം തരാമെന്നുണ്ടെങ്കിൽ ഞാൻ എഗ്രി ചെയ്യാം. ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രഡിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത്. 6-ാം അധ്യായത്തിൽ അന്ന് ഭൂമിയിൽ മല്ലന്മാരുണ്ടായിരുന്നു. അവർ മനുഷ്യന്റെ പുത്രിമാരുടെ അടുക്കൽ വന്ന് അവരുടെ മക്കൾ സുന്ദരി, മല്ലന്മാരുടെ പെൺമക്കൾ സുന്ദരികൾ എന്ന് കണ്ട് അവരോടുകൂടെ ശയിച്ചു അവർക്ക് മക്കളുണ്ടായി. നമ്മൾ ഉൽപ്പത്തിയിലെ മുമ്പേ പറഞ്ഞത്, ഭൂമിയിലൊക്കെയും ഏകനിൽ നിന്ന് ദൈവം സകലരെയും സൃഷ്ടിച്ചെന്ന് പറഞ്ഞിടത്ത് ആ കാലത്ത് മല്ലന്മാരുണ്ടായിരുന്നെന്നു. അപ്പൊ ആദ്യത്തെ മനുഷ്യൻ ആദാമല്ല എന്ന് സമർത്ഥിച്ചിന്നും ഹൈന്ദവ ഇതിലും മറ്റുള്ള ഇതിലും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ വ്യാപ്തി കിടപ്പുണ്ട്. അവിടെ നമ്മളെ മുട്ടുകുത്തിക്കുന്നു. ഞാൻ പറയട്ടെ, കായന്റെ സന്തതി 4-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് കായൻ ജനിക്കുന്നത്. ആ കായൻ 1 യോഹന്നാൻ നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് അവൻ പിശാചിന്റെ മകനാണ്. അതെ, അവൻ പിശാചിന്റെ മകനാണ്. അവനിൽ കുടികൊണ്ടുതരുന്ന ചിന്തകളും വിചാരങ്ങളും ഒക്കെയും സ്വന്തം സഹോദരനെ കൊല്ലാൻ പോലുമുള്ള മനോഭാവം. എന്തിനാ വെറും നിസ്സാര കാര്യം? അവന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചില്ല, ആബേലിന്റെ ബലിയിൽ ദൈവം പ്രസാദിച്ചു. അവിടെ പോരായി. പിശാച് എപ്പോഴും എതിർക്കുന്നതുവാ. അവനെ കൊന്നുകളഞ്ഞു, കൊലപാതകി. അവൻ ആദിയിലെ കൊലപാതകൻ. അങ്ങനെയാ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. അവന്റെ സന്തതി പരമ്പരയാണ്. ഞാനിത് ഒത്തിരി വിശദീകരിക്കുന്നില്ല, സമയം മുമ്പോട്ട് ഒത്തിരി പോകുമ്പോൾ അതുകൊണ്ടാണ്.
ഇത്യാദി കാര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയി കാര്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിന് ശരിയായ ആൻസർ പറയാൻ പറ്റിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, വേണമെങ്കിൽ വിശ്വസിക്കാൻ. ഉതുപ്പാച്ചൻ എന്നാണ് അദ്ദേഹം മനുഷ്യരാളുടെ ഇന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ആരാണ്ടോട് ഈയിടെ അന്വേഷിച്ചപ്പം ഉണ്ടേ എന്നാ പറഞ്ഞു. പിന്നെ പോയി കാണാനൊക്കെ കേൾക്കില്ല. ആദ്യം ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ പുള്ളിയെ പോയി കണ്ടു, കാല് പിടിച്ചു, ക്ഷമ പറഞ്ഞു, ദൈവസ്ഥലമായി ഒരു നിരപ്പ്. പിന്നെ വർഷങ്ങളോളം വെളിയിലായിരുന്നു. ഇപ്പം വന്ന് കാണാനോ കേൾക്കാനോ ഒന്നും പറ്റിയില്ല. അദ്ദേഹത്തിന്റെ കർണത്തിൽ ഞാൻ വാഞ്ഞടിച്ചു എൻ്റെ ഈ വലത്തെ കൈ കൊണ്ട്. ഇറങ്ങടാന്ന് പറഞ്ഞു. നീയൊക്കെ ദൈവം എന്നും പറഞ്ഞുകൊണ്ട് അധ്വാനിക്കാൻ കഴിയാതെ മറ്റുള്ളവരുടെ അധ്വാന ഫലത്തിൽ നിന്ന് കൈയിട്ട് വാരി നിനക്കൊക്കെ ഹിസ്റ്റീരിയായ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നടക്കുക എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തെ പരിഹസിച്ചു. എൻ്റെ വീടിന്റെ പെള്ളിയിലേക്ക് തള്ളിയിട്ടു. അന്ന് ഇന്നുള്ള പോലെ അല്ല, ടൈൽസ് വാങ്ങിയ മുറ്റങ്ങളൊന്നും അല്ല. അന്ന് നമ്മുടെ ആറ്റിലെ തീരത്തെ മണൽ, എത്ര വലിയവന്റെ വീടിന്റെ മുറ്റത്തും മണലായിരുന്നു. അതിന് ഒരു ചെറിയ ചാറ്റ മഴയും കൂടെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പോലെ ഈ വെള്ള ഷർട്ട് പോലെ ഇട്ടിരുന്ന ഒരു ഷർട്ട് വിട്ടാ പാവപ്പെട്ടവൻ വന്നു ഒറ്റ തള്ളു വെച്ചു കൊടുത്ത് ഒറ്റ അഴിയും. അദ്ദേഹം ആ മണ്ണിലേക്ക് എന്ന് വീണിട്ട ഫ്രണ്ട് മുഴുവനും ചെള്ള കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്നും എൻ്റെ ഹൃദയത്തിൽ ആ വേദന എനിക്കുണ്ട്. ആ വേദന എന്നെ വളരെ സ്ട്രൈക്ക് ചെയ്തു. ചിന്തിക്കുകയും അതുപോലെ ഓർക്കുകയും. എൻ്റെ അമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു, വരയ്ക്ക് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ചെയ്യരുത്, ദൈവദോഷം. അന്നേരം അമ്മയും പറഞ്ഞു, നിങ്ങളൊരു ദൈവദോഷം. ആ മനുഷ്യൻ അവിടുന്ന് എഴുന്നേറ്റിച്ച് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് ഹിസ്റ്റീരിയാടാ മോനെ, എനിക്ക് ബാധിച്ച ഹിസ്റ്റീരിയ അധികം താമസിക്കാതെ നിനക്കൊന്ന് പറട്ടെ. എന്റെ ദൈവം ജീവനുള്ള ദൈവമാ, ജീവനുള്ള ദൈവത്തെയാ നിന്നോട് ഞാൻ തർക്കിക്കുന്നില്ല. ഈ ഹിസ്റ്റീരിയ നിനക്കും ഉണ്ടായിരിക്കും. ഞാനത് പറഞ്ഞു അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹം അവിടുന്ന് ഇറങ്ങി ഓടി, പേടിച്ചോടി. അവിടുന്ന് വന്ന പ്രൈവറ്റ് ബസ്സിലെ തൊട്ട് താഴെ ബസ് കൊണ്ട് അവിടെ കൊണ്ട് ഓടിപ്പോയി. ഇന്നും ആ ഓട്ടവും പോക്കും എൻ്റെ ഹൃദയത്തെ വേദനിപ്പിച്ചൊരവസ്ഥ. എനിക്ക് അറിവില്ലായ്മക്കാലം ഞാനന്ന് ചിന്തിച്ച് ഞാൻ വലിയ കാര്യം ചെയ്തെന്നാ. ഞാൻ എല്ലാവരോടും അത് പറഞ്ഞു നടന്നു, എല്ലാവരുടെ മുമ്പിലും ഞാൻ പ്രഗത്ഭനായി. പക്ഷെ എൻ്റെ അമ്മയെ എല്ലാവരും തള്ളി. ഒരു മനുഷ്യൻ പോലും വീട്ടിലേക്ക് വരത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥിക്കാൻ കൂട്ടത്തുമില്ല. വലിയ സന്തോഷം എന്നും പറഞ്ഞ് ഞാനും വന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ 1980 ഫെബ്രുവരി മാസത്തിൽ 21 ദിവസത്തെ ഉപവാസം ചില കർത്തുദാസന്മാരും ചില പ്രിയപ്പെട്ടവരും കൂടി എനിക്ക് വേണ്ടി ഉപവസിക്കാൻ തുടങ്ങി. അവരോട് പറഞ്ഞ് തർക്കിച്ചു വാദിച്ച് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി പോകത്തില്ലെന്ന് വചനം പറഞ്ഞത് സത്യമാണ്. നമുക്കെല്ലാവർക്കും കൂടെ ഉപവസിക്കാം. അങ്ങനെ ചില ദാസന്മാര് മുമ്പോട്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ള ചില ബെന്തിക്കോസ്തൽ സഭയിലുള്ള ചില മറ്റുള്ളവരും ചേർന്ന് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അവർ ഉപവസിച്ച് 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഈ 17ാമത്തെ ദിവസം ഞാൻ രൂപാന്തരം വരാനിടയായി. അതും നല്ലോണം മദ്യപിച്ച് യാതൊരു ഇതുമില്ലാത്ത അവസ്ഥയാണ്. ഞാൻ എൻ്റെ കയ്യിലെ പെതടിനെടുക്കുമായിരുന്നു. RDX. ഇന്നത്തെ പിള്ളേർ എന്തൊക്കെ എടുക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല. അതിനേക്കാളും കട്ടി കൂടിയ സാമാനങ്ങളാണ് ഇപ്പോഴത്തെ ആൺപിള്ളേരും പെൺപിള്ളേരും എടുക്കുന്നത്. ആർക്കും ഒന്നും പറയാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഇന്നും പേപ്പറിൽ കിടക്കുന്നത് കണ്ടു. ഒരുമിച്ചിരുന്ന് ഒരുപോലെ ഒരു വീടിന്റെ മുകളിൽ ടെറസയിലിരുന്ന് മദ്യപിച്ചു. അയലുക്കൻകാരാ, 30 വയസ്സും 32 വയസ്സും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വന്നു. മുട്ട പൊരിക്കാൻ എടുത്തുകൊണ്ട് മുകളിൽ കൊണ്ടുവന്ന് സ്റ്റൗവ് വെച്ച് മുട്ട പൊരിക്കാനും കൊണ്ടുപോയി വെച്ചാ ആ സ്പാന് കൊണ്ട് ഒറ്റ അടി വെച്ചു കൊടുത്തു. 30 വയസ്സുള്ളവൻ അവിടെ പിടഞ്ഞു വീണു. കൂടെ ഇരുന്ന് കഴിച്ചവരും കഴിക്കപ്പെട്ടവരും ആയവരെല്ലാം സ്ഥലം വിട്ടു. അവൻ അവിടെ കിടന്ന് ചത്തു.
ഇന്ന് അവനെ അറസ്റ്റ് ചെയ്തായി, അടിച്ചവനെ അറസ്റ്റ് ചെയ്തു. അവന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയി. ഇന്നത്തെ പേപ്പറിൽ കിടക്കുന്നു. ഞാൻ രാഷ്ട്രീയം പറയുവാനല്ല, മദ്യനയം ഒരിക്കലും ശരിയല്ല, സമൂഹത്തെ തകർക്കുകയുള്ളൂ എന്ന് ഓർപ്പിക്കാനാ. ഇപ്പൊ ഞാൻ നല്ല ശതമാനം അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്. വഴിയോരങ്ങളിൽ പോയിരുന്നൊരു പ്രസംഗിക്കും, മൈസെറ്റും വെച്ച് മദ്യത്തിന് എതിരായി ഞങ്ങളൊരു ടീം തന്നെ ഇവിടെ സംഘടിപ്പിച്ചു കോട്ടയത്ത്. 14 ഡിസ്ട്രിക്റ്റുകളിലും ഇത് ഫോം ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഞാൻ ഇവരെ കുറ്റം പറയുക, ഇവർ അവരെ കുറ്റം പറയുകയല്ല. മദ്യനയത്തിന്റെ വിവിധമായി ഇനി എന്താ കൂട്ടാനുള്ളത്? ഇരുപത്തിയേഴ് ബാറുകൾ ഉണ്ടായിരുന്നിടത്ത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? 1111 1111 ബാറുകളായി. ആരെ രക്ഷപ്പെടുത്താനാ? കഴിഞ്ഞ ഓണത്തിന്റെ അന്ന് ഞാൻ ഇതിനെക്കുറിച്ച് കൈതപ്പാലം എന്നാ പറഞ്ഞിരുന്നു. പുതുപ്പള്ളിക്കടുത്ത് കൈതപ്പാലം എന്ന സ്ഥലത്ത് ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ പ്രസംഗിക്കുമ്പോൾ അവിടേക്ക് ചില വ്യക്തികൾ ഓടി വന്നു. ഇന്നൊരു ദിവസം ഈ ദിവസം മാത്രമേ നിനക്ക് പ്രസംഗിക്കാനുള്ള, വേറെ ഒന്നുമില്ലേ? അവരെ സംബന്ധിച്ച് അത് വലിയ കാര്യമാണ്. എന്റെ വണ്ടി തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞു, എന്നെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. എന്റെ കൂട്ടുകാരനെ എന്ത് ചെയ്തു? മൈക്ക് വെപ്പിച്ചു പിടിച്ചു. അങ്ങനെ പല ഇതുമായി. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യനാണ്. അതുകൊണ്ട് നീ അതൊന്നും പറഞ്ഞേ. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് രാമായണം, ഞാൻ ആർക്കും എതിരല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവരാരുമല്ല എന്നെ രക്ഷയുടെ, ആർക്കും എന്നെ രക്ഷയുടെ സന്തോഷത്തിൽ അറിയിക്കാൻ പറ്റിയിരുന്നില്ല. തിരുവോണത്തിന്റെ നാളാന്നും പറഞ്ഞ ഇന്ന് പ്രസംഗിക്കേണ്ടതല്ല ഇവിടെ. ഞങ്ങളായാൽ ആണുങ്ങളൊക്കെ ആയാലും ഇപ്പഴ മദ്യം കഴിച്ചു പോയി, നിങ്ങൾക്കെന്താ? അതിനെതിരെ എന്തിനാ പ്രസംഗിക്കുന്നത്? ഇവിടെ ഗവൺമെന്റിന് സമ്മതമാണ്, നിങ്ങൾക്കെന്താ കുഴപ്പം? എത്ര കുടുംബങ്ങളാ തകരാറിലാവുന്നത്? കിട്ടുന്ന പകലന്തിയോളം കഷ്ടപ്പെട്ടിട്ട് ആ പൈസ കൊണ്ടുപോയി, എനിക്ക് സ്വബോധം ഇല്ലായിരുന്നപ്പോൾ എനിക്കറിയില്ലായിരുന്നു. രണ്ടാമത്തെ മകനെ പോലെ ധനവാനായ അപ്പന്റെ രണ്ടാമത്തെ മകൻ തണ്ണിക്കൂട്ടിച്ചെന്നവൻ, അവിടം വരെ അവനൊന്നുമില്ല, സ്നേഹിതന്മാരുമായി തിന്നു കുടിച്ചു പൊളച്ച്. എത്ര സത്യകരമായ യാഥാർത്ഥ്യം! പന്നിക്കൂട്ടി ചെന്നപ്പോൾ ഇവർ ആരും ഇല്ലാതെയായി. നിന്റെ കയ്യിൽ 10 പൈസ ഇല്ലെങ്കിൽ നിന്നോട് കൂടെ ചേരാൻ ഒരു മനുഷ്യനില്ല, നിന്നെ സഹായിക്കാനും ആരുമില്ല, സഹോദരവർഗം പോലും കാണില്ല. ഇതെന്റെ അനുഭവമാണ്. അതിനെന്നെ തല്ലാൻ വിളിക്കണം. വലിയ കേസും ബുക്കാർ ഇപ്പൊ അത് എവിടെ ആയി എന്താന്ന് എനിക്കറിയത്തില്ല. ഞാൻ അതിന് പുറകോട്ട് അന്വേഷിക്കാനും പോകുന്നില്ല. അവരങ്ങനെ പ്രാർത്ഥിന്റെ 17-ാം ദിവസം ഞാൻ രൂപാന്തരപ്പെട്ടു. മരണത്തിന്റെ അടിത്തട്ടിച്ചത് ദൈവഹിതമാ. ഞാൻ രാവിലെ തൊട്ട് കുടി തുടങ്ങിയതാ. കുടിച്ചിട്ടൊന്നും കേൾക്കാതെ വന്ന പെതടിയും കെട്ടി വെച്ചു. ഈ പെതടിൻ എന്ന് പറയുന്ന സാധനം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ പോകും. അതുകൊണ്ട് അത് പറയുന്നില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അതൊന്നും വേണം. അതിനേക്കാളും ലക്ഷങ്ങൾ വിലയുള്ള സാധനമല്ലേ, സിന്തറ്റിക് സാധനം അടിച്ചു കയറ്റിയല്ലേ. ഒരു മണവും ഇല്ല, ഒന്നുമില്ല. അത് അങ്ങോട്ടൊന്ന് വെച്ചിട്ടൊന്ന് വലിച്ചു കയറ്റിയാൽ ഒരു ഐസ്ക്രീമേ മുട്ടിച്ച ചൊന്നിയാൽ. അതിനെ ഞാൻ വിശദീകരിക്കുന്നില്ല. പുതിയ പുതിയ സാധനങ്ങൾ ഇറങ്ങി വരുന്നു. ഇവരെ നിയന്ത്രിക്കുന്നത് ആർ? ഹൂവിൽ. ഇതെവിടെ ചെല്ലുന്നു? ഞാൻ അങ്ങനെ മദ്യപിച്ച് തകർന്ന് തരിപ്പണമായി വീട്ടിൽ വന്ന് ഒരു പ്രകാരത്തിൽ കയറി. പിന്നെ ഒന്നും അറിയില്ല. ഇതുവരെ എത്ര കുടിച്ചാലും ഛർദിക്കാത്ത ഞാൻ അങ്ങ് ഛർദിലും തോന്നും. അവസാനം ബ്ലഡ് തന്നെ വന്നു. എല്ലാവരും പറഞ്ഞു ഇവൻ ചത്തുപോരുന്നെങ്കിൽ വലിയ സന്തോഷം. മാനസാന്തരപ്പെടാനൊന്നും പോകുന്നില്ല.
എൻ്റെ അപ്പനും സഹോദരങ്ങളും എല്ലാവരും പറഞ്ഞ വാക്കാ ഞാനിപ്പോൾ. ഓദിച്ച എന്തു ആട്ടെ, ഈ പരുവായല്ലോ, ഇനി അങ്ങ് പോയാലും വലിയ സന്തോഷം. കാരണം അവരെല്ലാം സഹിച്ചു, ക്ഷമിച്ചു. ഞാനുണ്ടാക്കാത്ത അടിപിടി കേസില്ല, ഞാൻ ചെയ്യാത്ത വഴിയില്ല. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരായിരുന്നു സ്റ്റീഫൻ. കായണ്ണ പോലീസ് സ്റ്റേഷനിലൊക്കെ വലിയ പ്രവൃത്തി ചെയ്തിരുന്ന കുന്നയ്ക്കൽ നാരായണനും അവരുടെ ഭാര്യയായ മന്ദാകിനിയും അവരുടെ മകളാ ഇപ്പോഴത്തെ നമ്മുടെ അജിത, പാവങ്ങൾക്ക് വേണ്ടി അഡ്വൈസറി പരിപാടി നടത്തുന്നത് ഇപ്പോഴും ഉണ്ട്. ഇവരൊക്കെ എൻ്റെ ആദ്യകാല സുഹൃത്തുക്കളാ. അതിൻ്റെ അകത്ത് രക്ഷപ്പെട്ടത് ഒരാൾ മാത്രമേ ഉള്ളൂ. അല്ല, അതിൻ്റെ അകത്ത് ഇപ്പോഴും നിൽക്കുന്നത് അജിത് മാത്രമേ ഉള്ളൂ, ഒന്നും അല്ലാത്തത്. പഴയ യുക്തിവാദിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇതിലൊന്നുമില്ല. സ്റ്റീഫനൊക്കെ മാനസാന്തരപ്പെട്ടു, ഇന്ന് സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവിന്റെ ദാസനായി മാറി. കത്തിയപ്പാറ ഉള്ള സ്റ്റീഫൻ. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല ശതമാനം ആൾക്കാരും ഓരോരോ മതത്തിലേക്ക് മാറി, മറ്റെല്ലാം വിട്ടു. സ്റ്റീഫൻ എന്ന് വീറോടെ നിന്ന പാർട്ടിയാണ്. ഞാൻ കോട്ടയത്ത് ചില കാര്യങ്ങൾ നടത്തുമെന്ന് കണ്ടപ്പോഴാണ് എൻ്റെ അമ്മയോട് ചിലരെന്ന് പറഞ്ഞു കൊടുത്ത്, മൂത്ത ജ്യേഷ്ഠരെ മാത്രമേ എനിക്ക് ഇച്ചിരി പേടിയുള്ളൂ. എൻ്റെ അപ്പന് സമ്മാനമായി ഞാൻ പേടിച്ചിരുന്നു, അപ്പനേക്കാളും പേടിച്ചിരുന്നു മനുഷ്യരാണ്. അങ്ങനെ ഞാൻ ബോംബെക്ക് പോകാനിടയായി. എന്നെ ബോംബെയിലെ എല്ലാവരും വലിയ കുഴപ്പമായി പോയി. അവിടെ കുറെ നാൾ അങ്ങനെ ജീവിച്ചു, ഇവിടെ നിന്നുള്ള ബന്ധമൊന്നും ഇല്ലാത്ത. എന്തിനധികം പറയും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവസാന നിമിഷത്തിലാണ് എനിക്ക് വേണ്ടി ഉപസിച്ചു പ്രാർത്ഥിച്ചു. ഫെബ്രുവരി 1980. അതിൽ 21 ദിവസം അവർ ഉപദേശിച്ചു. മാർച്ച് മാസം 14 തീയതി, എന്ന് ഞാൻ മറന്നു, 1980 മാർച്ച് മാസം 14 തീയതി രാത്രി ഏകദേശം 1 മണിയോട് അടുത്തപ്പോഴാ ഞാൻ രൂപാന്തരപ്പെടാനിടയായത്. മരണത്തിന്റെ അടിത്തട്ടിക്കുന്നു. രാവിലെ അമ്മ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്, കമുകാ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ ആ കട്ടിലിൽ കിടക്കുകയല്ലേ, ചത്തെന്നും പറഞ്ഞു. അവര് അവിടെ ചത്തോട്ടെ, അവിടെ കടന്നോട്ടെന്നും പറഞ്ഞു എന്നെ ഉപേക്ഷിച്ചു. ആശുപത്രിയിലും കൊണ്ടുപോയി, എങ്ങും പോലെ പോയ പോട്ടെന്ന്. ഈ ശല്യം അങ്ങ് തീരുമല്ലോ, ഞാൻ മുമ്പ് ഓർപ്പിച്ചില്ലേ. പക്ഷെ അമ്മ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും വന്നു പതുക്കെ. ഞാൻ ആ കട്ടിലേ കിടപ്പടി, ഇവനെ കിടക്കോ, ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ചത്തും നോക്കുമ്പോൾ ജീവനുണ്ട്, പക്ഷെ അനങ്ങാനൊന്നും. പക്ഷെ എന്തിനധികം പറയുന്നു, അമ്മ പാട്ട് പാടിയത് ഏതെങ്കിലും ഒരു ക്രിസ്തീയ പാട്ട് പാടാതെ ഇതൊന്നും ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് മനപ്രാർത്ഥനയുണ്ട്. അന്നൊക്കെ യാക്കോബ സഭയിലൊക്കെ മനപ്രാർത്ഥന എന്ന് പറയുന്നത് നടക്കുന്ന കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബൈബിള് വായിക്കുന്ന ഒരു പരിപാടി, ഏതെങ്കിലും ഒരു സങ്കീർത്തന പാലം വായിക്കും. ക്രിസ്ത്യാനിയുടെ സങ്കീർത്തനം, ബൈബിളിന്റെ സങ്കീർത്തന ഭാഗം ഇങ്ങനെ കുറച്ച് തള്ളി നിൽക്കും, ബാക്കിയെല്ലാം വീണ്ടും വേണേ റീപ്രിന്റ് ചെയ്യാം. അതേ പരുവത്തില്ല. സ്തോത്രം. ഇത് കഴിഞ്ഞ സങ്കീർത്തനം പകുതിയാകുമ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റ് ആ കട്ടിലിൽ ഇരിക്കാൻ തുടങ്ങി. അവരെ പറയാണോ, അവൻ എഴുന്നേറ്റ് കേട്ടോ, ഇപ്പൊ അമ്മയുടെ വാർത്തയും തീരും, എല്ലാം തീരും, അവനിവിടെ തല്ലിപ്പറിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് വെച്ച് നിന്നു. അയ്യോ, അന്നേരം എല്ലാരും വിറച്ചുപോയി, അപ്പൻ ഉൾപ്പെടെ. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഞാൻ എൻ്റെ കൊച്ചുപ്രായത്തിൽ പോയി കളരിയും അഭ്യാസവും പരിപാടിയും എല്ലാം പഠിച്ചു. ഗുരുവായൂർപ്പെട്ടവരൊന്നും ആ കാലത്തൊന്നും എൻ്റെ നേരെ നിൽക്കത്തില്ല. ഞാൻ താഴോട്ട് ഇറങ്ങി ഇരുന്നു, പേടിച്ചു വായിക്കാൻ എല്ലാവരും ഓടിച്ചിരിക്കുന്നു. അമ്മ സങ്കീർത്തന വായന പൂർത്തീകരിച്ചപ്പോൾ എൻ്റെ ദൈവത്തിന്റെ ദാസന്മാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ഉപവാസവും പ്രാർത്ഥനയായിരിക്കാം. അത് തീർന്ന ഉടനെ എനിക്കറിയില്ല, ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ മനപ്പാടമായി പ്രാർത്ഥിക്കുന്ന അങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അമ്മ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടേ ഉള്ളൂ, മറ്റേല്ലാം കൗമാ ചൊല്ലിക്കല്ലേ. ഞാൻ പെട്ടെന്ന്
പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ അന്തം വിട്ടുപോയി. എവിടുന്നൊക്കെയാ സ്വോത്രം വരുന്നത്, എത്ര സ്വോത്ര വരുന്നത്, എത്ര പ്രാർത്ഥന, എനിക്കറിയത്തില്ല. സ്വോത്രത്തിന്റെ അർത്ഥം പോലും അറിയാൻ മേലാത്തവൻ. പണ്ട് അച്ഛന്റെ പേരും നാളും ഒന്നും പറയുന്നില്ല. എൻ്റെ അമ്മ കുമ്പസാരിക്കാൻ പോയപ്പോ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒരു സ്വോത്രം പറഞ്ഞു പോയി. ഉടനെ എൻ്റെ അമ്മയോട് പറയും, ഏതേലും ഓടി എങ്ങാണ്ട് ബന്ധുക്കോസുകാരുടെ കൂടെ എല്ലാം നടന്നു നീ ഉള്ള അമ്മ സ്വോത്രോ ഹല്ലേലൂയയും പറഞ്ഞു നടക്കുക. അമ്മ കരഞ്ഞു പോയി, എന്നിട്ട് പോയി വീട്ടിൽ വന്നു. പിന്നെ പോത്തില്ല. ഞാൻ ആളെ അറിയാം, എല്ലാം അറിയാം, ആളിന്ന് ലോകത്തിലില്ല. പക്ഷേ ഒന്ന് അറിഞ്ഞിരുന്നേ കൊള്ളാമായിരുന്നു ഈ സത്യം. നിൻ സ്തുതിയും ഹല്ലേലൂയായും കർത്താവേ ഞാൻ നിർത്തരുതേ, വിധിനീതി കയ്യോ ചെയ്യരുതേ. പിതാക്കന്മാർ എഴുതി വെച്ച പാട്ടാട്ടോ. നിൻ സ്തുതി ഹല്ലേലൂയായും ഞാൻ നിർത്തല്ലെന്ന്. നിർത്തുന്ന നാളിൽ വിധിയോ. നീ അച്ഛൻ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ അമ്മയോട് ഇത് പറയില്ലായിരുന്നെന്ന്. കുർബാന സമയത്ത് ഇതെല്ലാം ചൊല്ലും, ചിലപ്പോൾ ഇതെല്ലാം ചെയ്യും. പക്ഷെ നിൻ സ്തുതി ഹല്ലേലൂയായും ഞാൻ നിർത്തരുതേ. നിർത്തിയാൽ എന്ത് പറ്റും? വിധി നീ ഓതുമെന്ന്. അപ്പൊ ക്രിസ്ത്യാനിയെ നിന്റെ വായിൽ എപ്പോഴും എന്തുണ്ടായിരിക്കണം? സ്തുതി, സ്തോത്രം, പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഔന്നത്യവും ഇടവിടാതെ കരറ്റാൻ ഞങ്ങളെ യോഗ്യര. എന്നാ യോഗ്യത ഉണ്ടാകുന്നേ? ഇടവിടാതെ കരറ്റാൻ. ഞാൻ കുറെ നാൾ സെമിനാരിൽ യാക്കോബ സഭയില് മാനസാന്തരപ്പെട്ട് ഒത്തിരി കൺവെൻഷൻ പ്രസംഗം പ്രസംഗിച്ചതാ. പെരുമ്പള്ളി തിരുമേനി എന്ന് പറയുന്നത് ഞങ്ങളുടെ തിരുമേനിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞാനിതെല്ലാം വെച്ച് ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ്. എന്നാൽ സത്യം അറിഞ്ഞപ്പോൾ ഞാൻ അത് ഇട്ടച്ചു പോന്നു. ഒരു മുഴുവൻ സ്നാനം ആവശ്യമാണ്. അങ്ങനെയാണ് ഞാൻ പാപത്തോട് യാത്ര പറഞ്ഞ് രൂപം മുഴുവനായി മാനസാന്തരപ്പെട്ടെങ്കിലും ഒരു മുഴു സ്നാനം ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ എന്നടുത്തത് സ്നാനപ്പെട്ടത്. ഏത് സ്നാനം? മുതിർന്ന സ്നാനം. അന്ന് മുതൽ ഞാൻ പിന്തിരിഞ്ഞില്ല. 1980 മാർച്ച് മാസം 14 എൻ്റെ കർത്താവിന്റെ സ്വന്തം രക്ഷിതാവായി. എന്നെ കാണുമ്പോൾ പലർക്കും ഭയങ്കര ഇതായിരുന്നു. ഇവനെങ്ങനെ ഇവിടെ വന്നു? എന്നോട് പലരും പറഞ്ഞു, നിനക്കൊരു തുള്ളി വെള്ളം കുടിക്കാതെ അല്പം മയക്കുമരുന്ന് അടിക്കാതെ നിനക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? പക്ഷെ രൂപാന്തരപ്പെട്ട അന്ന് എൻ്റെ ദൈവം എനിക്ക് അതിൽ നിന്ന് മാറ്റം വരുത്തി. പിന്നെ അതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനോ ആ വഴിക്ക് നോക്കാനോ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഞാൻ ഈ രൂപാന്തരത്തിലേക്ക് വന്ന് സ്നാനപ്പെട്ടപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൽ നിന്നും എന്നെ ഇറക്കി വിട്ടു, എന്നെയും കുഞ്ഞുങ്ങളെയും കൂടെ. എനിക്കന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ രണ്ടുപേരും, മോനും കുഞ്ഞ, മോളും കുഞ്ഞ. എവിടെ പോയി കിടക്കുന്നറിയ? അപ്പാപ്പന്റെ തൊഴുത്തിൽ പോയി കിടന്നു. അപ്പാപ്പൻ എന്നോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ വീട്ടിൽ നിന്നെ ഞാൻ കൊണ്ട് നിർത്താം. ആരാ പറയുന്നതെന്ന് അറിയണം, നിന്നെ അവർക്ക് ഇറക്കിടാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞാലില്ല, ഞാൻ എൻ്റെ യേശുവിനെ കണ്ടുപോയി, എനിക്ക് പറ്റില്ല. ഒരു ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. എൻ്റെ അമ്മ ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ ഒന്ന് പറഞ്ഞു, നീ മാനസാന്തരപ്പെട്ടാൽ മതി, ഒന്നുമല്ല, നിന്നെക്കൊണ്ട് ഒരു ശല്യം ഇല്ലല്ലോ, നിനക്ക് ഞാനുള്ള പൈസ തന്നോളാം, നീ എന്തോ വണ്ടിക്കൂലിയും കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ, നിനക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും അവർക്കും തെളിവ് കൊടുത്തു. പക്ഷെ ഞാൻ പെന്തിക്കോസ്തൽ വിശ്വാസത്തിൽ വന്നതോടുകൂടി അവർക്കൊന്നും ഉൾക്കൊള്ളാൻ മേലാതെയായി. സഹോദരന്മാരെല്ലാവരും ഒറ്റ വാക്കിൽ പറഞ്ഞ് ഞാൻ എന്നെ ഇറക്കി വിടുന്നത്. എനിക്കൊരു ഇതറിയില്ല, ഈ ബൈബിൾ അറിയാം. ഞാൻ തെരുവിലേക്ക് ഇറങ്ങി എൻ്റെ കുഞ്ഞുങ്ങളുമായി. ഒരു സഹോദരന്റെ സ്നേഹത്തിൽ നിന്ന് ഒരു കൊച്ചു വീട് ഞങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നു. എന്നിട്ടും ഞാൻ എൻ്റെ സുവിശേഷ വേല ചെയ്തിൽ നിർത്തിയില്ല. വഴിയോ കാണുന്ന ഓരോരുത്തരോടും സുവിശേഷം പറയാത്ത വീടുകൾ കയറി പലപ്പോഴും മുഴു പട്ടിണി. എൻ്റെ കുഞ്ഞുങ്ങൾക്കും അതേ അവസ്ഥ. പക്ഷെ എനിക്ക് വലിയ നിർബന്ധമായിരുന്നു അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. പക്ഷെ എവിടുന്ന് കാശ് കൊടുത്തു, ഇവിടുന്ന് കിട്ടും. പക്ഷേ അതൊക്കെ കോട്ടയത്തെ ഗിരിദീപം സ്കൂളിലാണ് എൻ്റെ മോനും മോളും പഠിച്ചത്.
എവിടുന്നെങ്കിലുമൊക്കെ തക്ക സമയത്ത് ദൈവം അവരുടെ ഫീസ് എത്തിക്കുമായിരുന്നു. ഞാൻ ആരോടും, ഒരു മനുഷ്യരോട് പറഞ്ഞില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ഫീസ് കൊടുക്കും. പലപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങൾ വഴി സ്കൂളിൻ്റെ തിണ്ണയിൽ ഇറക്കി നിർത്തി എക്സാം എഴുതാൻ വന്നിട്ടുണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ വയറ്റിൽ ആഹാരവും. ഞാൻ എടുത്ത തീരുമാനം ഉറച്ചതാണെന്ന്. മറ്റുള്ളവരോട് പൈസ ചോദിക്കാൻ ഞാൻ അന്ന് ആ പാസ്റ്ററോട് പറഞ്ഞ ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. നിനക്കൊന്നും ഒരു തൊഴിലും ചെയ്യാൻ കഴിയില്ലാത്തത് കൊണ്ട് ഹിസ്റ്റീരിയ പിടിച്ച് മറ്റുള്ളവരുടെ അധ്വാന ഫലത്തിൽ ലാഭകനില്ലാതെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കൂടി. എൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ് ഞാൻ ചോദിക്കാതെ പലരും നടത്തി. ഞാൻ പറഞ്ഞത്, മക്കളെ, നീ ദൈവത്തിന് വേണ്ടി യഥാർത്ഥമായി ഇറങ്ങിയതെങ്കിലും ആ മനുഷ്യനെ നോക്കണ്ട. മനുഷ്യൻ നിന്നെ മറന്നു കളയും, ദൈവം മറക്കത്തില്ല. മനുഷ്യൻ ഓരോരോ കാര്യം പറഞ്ഞ് നിന്നെ മറക്കും. നീ യേശുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ വചനം സത്യമാ. അവരാരെ മറക്കുന്ന ദൈവമല്ല. +2 കഴിഞ്ഞപ്പോ എന്റെ മോൻ പറഞ്ഞു, എനിക്ക് IPS ഇതിലെഴുതല്ല വലിയ ഇഷ്ടം. ഞാൻ പഠിക്കുമായിരുന്നു, നല്ല മിടുക്കനോട്ടോ, മോശമൊന്നും. ഞാൻ പറഞ്ഞു, നടക്കില്ല, നീ നേഴ്സിംഗിന് പൊക്കോളാൻ പറഞ്ഞു. അതാകുമ്പം ജോലി കിട്ടാൻ സാധ്യത, നമുക്ക് ജോലിയാവും. അവൻ പറഞ്ഞു, ഈ 6 അടി 7, 8 ഇഞ്ച് പൊക്കോളാം. ഞാൻ വല്ലവരും എന്നെ കളിയാക്കും. അന്ന് ഞാൻ ബേറിലെത്തി. ബുദ്ധിമുട്ടുകൊണ്ട് പോയത്, പിള്ളേരെ പഠിപ്പിക്കാൻ വഴിയിലുണ്ട്. അവിടെ ചെന്നിട്ടും എനിക്കൊരു പണി അറിയത്തില്ല, ആകെ ബൈബിൾ അറിയും. പക്ഷെ ഞാൻ പറഞ്ഞെന്താ മനസ്സിലാക്കാം, ദൈവം നിർത്തി. അത്ഭുതാവഹമായി നടത്തി. അവൻ നേഴ്സിംഗിനെ പൂർത്തീകരിച്ചു. ഞാൻ പെട്ടെന്ന് ബേറിനെ കൊണ്ട് നിധി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് കൊണ്ടുവന്നു. എനിക്കറിയില്ലായിരുന്നു 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതത്തിന്റെ അനുഭവം. അവിടെ വന്നപ്പോൾ അറിയാതെ എക്സ്പീരിയൻസ്. അവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു. ദൈവം വഴിയൊരുക്കും വലുതാ. അവിടെയുള്ള ഒരുമായപ്പെട്ട പാസ്റ്റേഴ്സും മറ്റുള്ളവരും എല്ലാവരും പറഞ്ഞു, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ജോലി മേടിച്ചു കൊടുക്കുന്നവൻ അവന്റെ മകനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു പ്രാർത്ഥിച്ച് ഒരു ജോലി മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. നിരുത്സാഹപ്പെടുത്തുന്ന വഴിയാണ് ഞാൻ ഈ പറയുന്നത്, വേദനിപ്പിക്കും. പക്ഷെ അവൻ നാട്ടിൽ ചെന്നു. ഗോവയിലെ ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റല്, ഒരു എക്സ്പീരിയൻസും ഇല്ലായിട്ടും, സാധാരണ അവിടെയും ജോലി വേണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, ദൈവത്തിന്റെ എക്സ്പീരിയൻസാണ്. അവനെ അവിടെ ദൈവം ജോലിക്ക് വെച്ചു, ICU. പിന്നീട് അങ്ങോട്ടുള്ള വഴിയൊക്കെ അത്ഭുതാവഹമാണ്. ഒരു വഴിയും ഒരു അവസ്ഥയുമില്ലാത്ത എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിനെ ദൈവം വളർത്താൻ തുടങ്ങി. അത് ഞാൻ അതിൻ്റെ ഹിസ്റ്ററിയൊന്നും പറയുന്നില്ല. നീ ദൈവത്തെ മാനിച്ചാൽ ദൈവം നമ്മെ മാനിക്കും. ഉറപ്പാ. അവിടുന്ന് അത്ഭുതാഹമായി ജർമ്മനിയിൽ പോയി അവിടെ ആയിരിക്കാൻ ദൈവം ഇടയാക്കി. അവിടെയുള്ള ഒരു ദമ്പതിമാരെ വളരെ അനുഗ്രഹത്തോടെയാണ് അവിടെ BSc നേഴ്സായി ജോലി. വർഷം അവരുടെ MSc ഫസ്റ്റ് റാങ്ക് പാസ്സാകാൻ എൻ്റെ മകന് ദൈവം ജ്ഞാനവും വിവേകവും അനുഗ്രഹത്തോടെ മാറി. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു പാസ്റ്ററുടെ 3ാമത്തെ മോള്, 3 പെൺപിള്ളേരാണ്. ഇളയ മോളാണ് ലിയോണി. എൻ്റെ മോന്റെ പേര് ലിവിൻ. ആ പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി. പടിപടിയായപ്പോ എൻ്റെ മോളും ഇപ്പം ജർമ്മനിയിലുണ്ട്. അവിടെ ഭർത്താവോടെ 2 പേർക്കും ഓരോ കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി പടിപടിയായി ഉയർത്തി. ഇന്ന് അവൻ നേഴ്സല്ല, അവന്റെ ആഗ്രഹം പോലെ വളരെ അനുഗ്രഹമായ ദൈവം അവിടെ ആയിരിക്കാൻ ചെയ്തു.
പാവപ്പെട്ട ദൈവമക്കള് ജർമ്മൻ പഠിച്ച് പാസ്സായി BSc നഴ്സിംഗ് ഉണ്ടെങ്കിൽ അവരെ ഇന്ന് അവിടെ എത്തിക്കാൻ ഒരു പൈസ പോലും വേണ്ട. ഞങ്ങളുടെ തീരുമാനം. ഇന്ന് ആ വിധത്തിലാണ് ദൈവം മാറ്റിയെടുത്തത്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ദൈവം ആർക്കും കടക്കാരനല്ല മക്കളെ. നീ ദൈവത്തിന് വേണ്ടി നിന്നുകൊണ്ടാൽ എത്ര ബുദ്ധിമുട്ടിലും എത്ര പ്രയാസത്തിലും പിന്തിരിഞ്ഞു പോകല്ലേ. പിന്തിരിഞ്ഞു പോകുന്ന കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവനെ ദൈവത്തിന് വേണ്ട. നീ എത്രമാത്രം സഹിക്കും, പ്രയാസപ്പെടും. ഭൂമിയിൽ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ഞാൻ ലോകത്തെ ജയിച്ചവനാണെങ്കിൽ അവൻ നിന്നെ മറക്കത്തില്ല. തക്കതായ സമയത്ത് അവൻ നിന്നെ കൈപിടിച്ചുയർത്തും. ഇന്ന് എൻ്റെ മകനെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളും ഞങ്ങളുടെ സകല ചെലവും വഹിക്കും. ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കാനായിരുന്നു ഉണ്ടാക്കാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കും. പ്രിയ ദൈവമക്കളെ, നീ ദൈവത്തിന് വേണ്ടി നിന്നോടുക്ക്. ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തും. എന്നെ ഒരിക്കലും രൂപാന്തരം വരില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്റെ യുക്തിവാദ ചിന്തകളോ നിന്റെ യുക്തിവാദ വിധത്തിലോ നിന്റെ പണിഷ്മെന്റോ അല്ലെങ്കിൽ നിന്റെ ശിക്ഷണത്തിലോ നിന്റെ മകനോ മകളോ ഇന്ന പെൺപിള്ളേരെ ഏറ്റവും ബുദ്ധിമുട്ട്. ആൺപിള്ളേരെ പിന്നെയും സഹിക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാതാവിന്. അതുകൊണ്ടൊന്നും രൂപാന്തരം പറ്റില്ല. പക്ഷെ നീ ദിവസം നിന്റെ മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി നീ ഇടിവ് നിൽക്കും. എന്നെ രൂപാന്തരപ്പെടുത്തിയ ദൈവം നിന്റെ മക്കളെയും രൂപാന്തരം. അവർക്കൊരു രൂപാന്തരം വരാനാണല്ലോ ഈ ഇതുപോലുള്ള ഫംഗ്ഷൻ, ഈ TV പ്രോഗ്രാം ഇതുപോലെയല്ലേ. ഇത് കേൾക്കുന്നവർക്കും അവർക്കും ഒരു രൂപാന്തരം വരിക. അതാണ് മസ്റ്റായിട്ട് നമുക്കാണ്. ഈ കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന പ്രവൃത്തിയകത്ത് വലുതാ. അനേകർക്ക് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ഇത് കേൾക്കുന്ന അനേക ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുത്തുക. ഈ പരിപാടി പ്രോഗ്രാം വളരെ അർത്ഥവത്തും അനുഗ്രഹവുമാകട്ടെ. ഞാൻ വാക്കുകൾ നിർത്തുക. ഞാൻ ഒരു കാര്യം വീണ്ടും പറയും. ദൈവം എല്ലാം എൻ്റെ ജീവിതത്തിൽ മറക്കുന്നു. എനിക്ക് എന്തെല്ലാം അവിടെ നിന്നല്ലാണ് എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടത്. ആത്മീയവും ഭൗതികമായ എല്ലാ നന്മകളാൽ ദൈവം എന്നെ നിറച്ചു. എന്നെയും മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവളെയും എനിക്ക് ദാനമായി തന്ന 2 കുഞ്ഞുങ്ങളെയും അവരോട് കൂടെ ചേർത്ത പാർട്ട്ണർമാരെയും ദൈവം അനുഗ്രഹമായി തന്ന കൊച്ചുമക്കളെയും അനുഗ്രഹിച്ചു. വാഹനം ഒരു സൈക്കിൾ പോലും ഇല്ലാതെ ഈ ദേശത്തൂടെ തെക്കും വടക്കും നടന്ന, ഒരു നേരത്തെ ആഹാരമില്ല, ബസ് ചാർജിന് പൈസ ഇല്ലാത്ത നടന്നവനല്ല ഞാൻ. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഭൗതിക നന്മ കൊണ്ട് ഞാൻ വലിയവനായെന്നല്ല. ആത്മാവിൽ അനുഗ്രഹിതരായി ദൈവം എല്ലാം അവനാർക്കും കിടക്കാൻ അവൻ മടക്കി എൻ്റെ ജീവിതം കൊണ്ടാണ് എല്ലാം ദൈവം മടക്കിട്ട്. അതില്ലായിരുന്നുകൊണ്ട് ഇതില്ലായിരുന്നുകൊണ്ട് അത് റീസൺ പറഞ്ഞ് നീ മാറാനല്ല, ഉറച്ചു നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക. പരീക്ഷണങ്ങൾ വരും, നീ നിൽക്കുമെന്ന് നോക്കും. നിൽക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് വാഗ്ദത്ത പ്രകാരം ലഭിക്കേണ്ട നന്മ നിന്റെ പിന്നാലെ വരും. നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ. ആ ഹോപ്പുണ്ടോ? കരമുയർത്തി എന്ന് സ്തോത്രം ചെയ്യാമോ? കരമുയർത്തിട്ടെന്ന് പറയാം, എന്റെ കർത്താവ് മധ്യാകാശത്തിൽ വരും, ഞാനും അനേക വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാനും കാണും. അതാണ് എന്റെ ദൗത്യം ക്രിസ്തുവിൽ. അതിനായി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു, ഒരുക്കപ്പെട്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കും. കർത്താവേ, നിന്റെ ദാസന്റെ പ്രവൃത്തിയെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇതിന്റെ കേൾവിക്കാരെ എല്ലാവരെയും അനുഗ്രഹിച്ചാണ്. ഇതിൽ ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായുണ്ടെങ്കിൽ ഞങ്ങൾ ഈ സമയത്ത് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. രോഗികളെങ്കിൽ അവർക്ക് രോഗശാന്തി വരട്ടെ. സാമ്പത്തിക ഞെരുക്കമെങ്കിൽ അത് മാറട്ടെ. ആത്മീയ മുന്നേറ്റത്തെ തടസ്സമായി അവരുടെ ജീവിതത്തിലുള്ള തിന്മയുടെ ബലത്തെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ തന്ന അധികാരത്തോടെ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ സാക്ഷ്യത്തിൽ രോഗത്തിലോ പോരാട്ടത്തിലോ മാത്രം സാമ്പത്തിക മേഖല തകർത്ത് മുരടിപ്പിച്ച ശക്തി അത് നീങ്ങിപ്പോകും. നീ അടിയന് തന്ന അവകാശത്തോടെ അധികാരത്തോടെ ഈ സമയം ഈ വചനത്തിന്റെ മുമ്പിലും ഈ സാക്ഷ്യത്തിന് മുമ്പിലും ആയിരുന്ന TV പ്രോഗ്രാം കേൾക്കുന്ന ജീവിതങ്ങളെ അനുഗ്രഹിച്ചാണ്. അവർ അനുഗ്രഹമായി മാറട്ടെ. അങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് സ്തോത്രം.
നിന്റെ ദാസരെയും പ്രിയപ്പെട്ട ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങളെയും അവർക്കുള്ള സഹോദരനെയും ഈ ആസാദി ടീമിന്റെ സകല പ്രോഗ്രാമുകളെയും അതിന്റെ എല്ലാ പ്രവർത്തിയും ലോകമെമ്പാടുമുള്ള സകല ജനവും അനുഗ്രഹിതരായി തീരുവാൻ നീ അനുവദിച്ചാക്കി തന്റെ വൃത്തിയെ എത്രത്തോളം ഉയർത്തി സകല മഹത്വം എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വിനിയോഗിച്ചതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.